പിടി. അല്ല, ഈ ബ്രെയിൻ ഡ്രെയിൻ ഒന്നും ആദ്യത്തെ സംഭവം അല്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജോലിക്ക് ആള് വരുന്നുണ്ട്. അത് പൊറോട്ട ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച കേന്ദ്ര സഹായമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മുടെ കടത്തിന്റെ തോത് വരെ കുറച്ചു കൊണ്ടുവരിക. 53-54% രാജ്യത്തെ GDP-യുടെ കടമുണ്ട് രാജ്യത്ത്. എന്നാൽ നമുക്കില്ല, നമ്മൾ കുറവാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇങ്ങനെ ഓരോ ഗ്രാജ്വലി നമ്മുടെ കടം കുറഞ്ഞു വരികയാണ്. ഇപ്പോഴും 6000-ലധികം കോടി രൂപ ക്ലോസിംഗ് ബാലൻസ് വെച്ചാണ് ഈ ഗവൺമെന്റ് മാറുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഉപലക്ഷൻ വസീഫ് പറയുന്നത് ദേശീയ തലത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ കടം കുറവാണ്. എൻ്റെ അറിവിലൊരു 4 ലക്ഷം കോടിയോളം കടമെടുത്തു കഴിഞ്ഞു എന്നാണ്. വസീഫ് പറഞ്ഞത് തെറ്റാണ്. തെറ്റാ? അതായത് റിസർവ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളതും റിസർവ് ബാങ്ക് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതും. അതിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. അതെന്നിറങ്ങിയ റിപ്പോർട്ടാണ്? അതൊരു 3 മാസം മുമ്പ് 2020. അത് വായിച്ചിട്ടുണ്ടാവില്ല, അത് കുഴപ്പം. ഇനി 2025 വസീഫ് 2025 ഞാനും വസീഫ് ഒന്നിച്ച് ഇതേപോലെ ചർച്ച ചെയ്തതാ. 2025 റിപ്പോർട്ടിലും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തെ ടോട്ടൽ കടം, കേരളത്തിന്റെ കടം എന്തായിരുന്നു വസീഫ് പറയട്ടെ? ആ കടത്തിൽ നിന്ന് 2026 എത്തുമ്പോൾ കടം എത്രയാന്ന് വസീഫ് പറയട്ടെ? അത് ഉത്തരം പറ. അപ്പൊ ഈ അന്തരം വളരെ വലുതാണ്. ഇപ്പൊ 5 ലക്ഷം കോടിയുടെ മുകളിലേക്ക് കടന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനവും കേരളമാണ്. എന്നാൽ അതേ സമയത്ത് ഈ കടമെടുത്ത പൈസ നമ്മൾ ഒരു മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് പകരം വാസിഫ് പറയുന്നത് പോലെ ഈ പെൻഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ മറ്റുള്ള ശമ്പളം കൊടുക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ കേരളത്തെ കടമെടുക്കുന്ന പണം ഇനിയും വെളിയിൽ പോയി കടം കൊണ്ടിരുന്ന നമ്മുടെ പ്രമാദമായ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി. ഇനി വരുന്ന മുഖ്യമന്ത്രി, അതാണല്ലോ ചോദ്യം. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ചാണല്ലോ ചോദ്യം. ഇനി വരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര ഈ ദേശീയ തലത്തിൽ പോയാൽ വെറുതെ കയ്യടി മാത്രമേ ഉണ്ടാവുള്ളൂ, വെറുതെ പോണ്ട. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. പ്രായോഗികമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് പ്രായോഗികമല്ല. ഇപ്പൊ തന്നെ അറിയാം KSRTC എത്ര നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ KSRTC അടച്ചു പൂട്ടേണ്ട ഒരു ഗതികേടാണ് വരാൻ പോകുന്നത്. യാത്രാപത്യമൊക്കെ നമുക്ക് നിസ്സാരം. എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം ഇടാന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പാവപ്പെട്ട സ്ത്രീകളുടെ ബസ് കാശിന്റെ കാര്യമല്ലേ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇന്ത്യയിലെ കള്ളപ്പണം ലോകത്തുള്ള ബാങ്കുകളിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ഒരു പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം ഇടാൻ കഴിയുന്ന തരത്തിലുള്ള കള്ളപ്പണം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും ഹിന്ദി അറിയാത്ത ഈ മനുഷ്യൻ എന്ത് ചെയ്യാനാ? ശതമാനക്കണക്കുകളും ഈ ഇതെല്ലാം കൂടെ പറഞ്ഞ ആകെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലിരുന്ന മൊബൈലിൽ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അതായത് സെൻട്രൽ ഗവൺമെന്റ് കടം കേരള ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് ടിൽ ഡേറ്റ് എത്രയാണ്? ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അപ്പോ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലായത് 5783 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കാനുണ്ട്. ഈ പ്രജി വരുന്നത് ഏത് ജില്ലയിൽ നിന്നാന്ന് അറിയാലോ? ആ കൊല്ലം ജില്ലയിലെ ബഹുമാനപ്പെട്ട MP പ്രജി പറഞ്ഞു കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പോയിട്ട് ലോക്സഭയിൽ ചോദിച്ചു. ഉത്തരം പ്രേമേന്ദ്രൻ, ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ ഈ കാര്യം ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള 5000 കോടി തന്നൂടെ, എന്തുകൊണ്ടാണ് തരാത്തതെന്ന് ചോദിച്ചപ്പോ കണക്കുകൾ അങ്ങോട്ട് കൃത്യമായി രേഖപ്പെടുത്തി. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു. 24ഉം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് വിക്കിപീഡിയ പൊന്തിച്ച് കാണിച്ചിട്ട് അല്ല വേണ്ട എന്തെങ്കിലും കാണിച്ച 5000 കോടി എന്നല്ല. ബഹുമാനപ്പെട്ട MP-മാര് പാർലമെന്റിൽ ഇരുന്ന് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം കിട്ടി. ആ ഉത്തരം ശരിയല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് സുപ്രീം കോടതി പോ. പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച ഇത് കഴിയട്ടെ. പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതില് 10 പൈസ കൊടുക്കാനില്ല. ഇവരുടെ ഏതെങ്കിലും MP-മാര്, കോൺഗ്രസും CPM-ന്റെയും ഏതെങ്കിലും MP-മാര് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ടോ? ബ്രിട്ടാസ് ചോദിച്ചു, ഉത്തരം കിട്ടി.
അവിടെ അടങ്ങിയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, എല്ലായിടത്തും പറഞ്ഞു നടന്നതാണ്. ഗ്യാസിന്റെ പൈസ കിട്ടിയില്ല, ഗ്യാസിന്റെ പൈസ കിട്ടിയില്ല. അവസാനം ഈ കാര്യം പ്രേമേന്ദ്രൻ അവിടെ ചോദിച്ചു ഗ്യാസുമായി ബന്ധപ്പെട്ട്. കൃത്യമായ ചോദ്യം പ്രേമേന്ദ്രൻ GSTയുടെയും ഗ്യാസിന്റെയും ചോദിച്ചപ്പോ വളരെ കൃത്യമായ ഉത്തരം കിട്ടി. 10 പൈസ കൊടുക്കാനില്ല. പണം ലഭിക്കാനില്ല എന്നൊക്കെ പറയുന്നത് എത്രയോ മ്ലേച്ഛമാണ്. ഏതെല്ലാം മേഖലകളിൽ, കാർഷിക മേഖലയിൽ ലോക്സഭയിൽ എനിക്ക് ഒരു 2 മിനിറ്റ് തന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക മേഖലയിൽ 1757 കോടി രൂപ ഇപ്പൊ കേരളത്തിന് കാർഷിക മേഖലയിൽ മാത്രം കൊടുക്കാനുണ്ട്. എത്രയാണ് കൊടുക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിൾ കാർഷിക മേഖല ചോദിച്ചോണ്ടാ. നെല്ലിന്റെ ഉൽപാദകർക്ക് കേരളം കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല, കേന്ദ്രം കൊടുക്കാനുള്ള പൈസ കൊടുത്തു. കർഷകരുടെ കാര്യം, നെല്ലിന്റെ ഉൽപാദകർ കർഷകരല്ലേ? നെല്ലിന്റെ ഉൽപാദകർ കർഷകരാണ്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. നെല്ലിന്റെ താങ്ങുവില കേരളം വർദ്ധിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നെല്ലിന്റെ താങ്ങുവില 2 രൂപ വർദ്ധിച്ചപ്പോ 1 രൂപ കുറച്ചവരാണ് കേരളം വർദ്ധിപ്പിക്കാൻ. മോശം പറയല്ലേ? അയ്യേ, ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പോവാൻ നോക്കടാ. ഈ നിങ്ങളുടെ ഭരണകാലത്ത് ഒരുപാട് PSC റാങ്ക് ഹോൾഡേഴ്സ് മുട്ടിലിഴഞ്ഞു. അവരെ ഒരുപാട് സമരങ്ങൾ നടത്തി. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഉണ്ടായില്ല എന്ന് പറയുന്നു. അല്ല, ഇവിടെ 3,15,000-ലധികം പേർക്ക് നിയമനം കൊടുത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. മുൻകാലത്ത് ഞങ്ങൾ ഉൾപ്പെടെ നിയമന നിരോധനത്തിനെതിരെ സമരം ചെയ്തതായിരുന്നു. ഇവരിപ്പോ UPST പറയുന്നത്. അന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ സമരം ചെയ്തവരാ നമ്മൾ. എന്നാൽ ഏറ്റവും കൂടുതൽ UP സ്കൂളും LP സ്കൂളിലും ഒക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരെ നിയമിക്കാൻ സാധിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അവിടെ എവിടെയും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടേ. യഥാർത്ഥത്തിൽ കൂടുതൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത, കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം. 100 പേർക്ക് രാജ്യത്തുടനീളം PSC മുഖാന്തരം നിയമനം കൊടുക്കുമ്പോൾ അതിൽ 50 പേരിലധികം നിയമനം നേടുന്ന ഒരു സംസ്ഥാനം കേരളമാണ് PSCയിലൂടെ. വസീഫ് എന്താ പറഞ്ഞേ? എല്ലാവർക്കും നിയമനം കൊടുത്തു. അത് മുന്നേ കൂടെ അല്ല, പിന്നെ കൂടെ അവരുടെ പാർട്ടിയുടെ ആൾക്കാർക്കാണ് നിയമനം കൊടുത്തത്. ഞാൻ എന്ത് പറഞ്ഞ റെജി തപ്പാൻ പോകും. അല്ല, റെജി മാത്രമല്ല, നമുക്ക് തപ്പാലോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തില്. ഈ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാവർക്കും കാണാം. റെജി തപ്പി നോക്കിയോട്ടോ. സോ ഫെയർലി 2026 Kerala has consistently recorded the largest retail inflation. The state economic survey അറിയാത്ത കാര്യം പോയി ചത്തുടടാ. കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളം ഭരിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. യുവാക്കൾ കേരളത്തിൽ നിന്ന് ഓടാണ്. 100% ഞാൻ യോജിക്കുന്നു. കേരളത്തിൽ യുവാക്കളില്ല. ഏതെങ്കിലും എക്കണോമിസ്റ്റുകൾ പറയട്ടെ, ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയാം. ഉൽപാദനമില്ലാത്ത ഉപഭോഗ കമ്പോളമാണ് കേരളം. ഉൽപാദനമില്ലാത്ത ഉപഭോഗ കമ്പോളമാണ് കേരളം. അതുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നത്. അല്ല, ഈ ബ്രെയിൻ ഡ്രെയിൻ ഒന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജോലിക്ക് ആള് വരുന്നുണ്ട്. അത് പൊറോട്ട അടിക്കാൻ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.